ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വെറുതെ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ആ കാണുന്ന ടവറിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ ഞാൻ നടന്നു പോകാൻ പോണത്. ഞാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ് പൂട്ടിയതിന് ശേഷം വല്ലാണ്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ വീട്ടിലിരുന്നിരുന്നിരുന്ന് മടുത്തിട്ടൊന്നുമില്ല. പക്ഷേ വെറുതെ ഒന്ന് പുറത്തിറങ്ങാനൊരാഗ്രഹം. അപ്പോൾ ഒരു പിഗ്ഗി ബോക്സ് ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ചെറിയ കേടൊക്കെ ഉള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇവരിങ്ങനെ ചെറിയ റേറ്റിന് കൊടുക്കും. പക്ഷെ ഇവിടെ ആളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് വാങ്ങുന്നു. ഇതിലാ തോന്നുന്നു ക്യാഷ് ഇടാ. ഇത് വേറൊരു ജാപ്പനീസ് കടയാണ്. ഇവിടെ ബെന്തോ ബോക്സസ് ആണ് സെല് ചെയ്യുന്നത്. ബെന്തോ ബോക്സസ് എന്ന് പറഞ്ഞാൽ ലഞ്ചും ഡിന്നറും ഒക്കെ ഇങ്ങനെ ബോക്സസിലാക്കിയിട്ട്, ബെന്തോ ബോക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് ലഞ്ച് ബോക്സ് എന്നാണ്. ഇതിങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈസിലി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാം. ഞാനിപ്പോൾ ഏകദേശം ടവറിൻ്റെ അവിടെ എത്താനായി. നല്ല തണുപ്പുണ്ട്, പക്ഷെ ഫുള്ളി കവേർഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് കുഞ്ഞൊരു സിറ്റി, ഒരു ടൗൺ എന്നൊക്കെ പറയാം. സ്റ്റേഷനൊക്കെ ഇവിടെയാണ് വരുന്നത്, ട്രെയിൻ സ്റ്റേഷൻ. അപ്പോൾ സാധാരണ ഞാൻ സൈക്കിൾ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാറ് കോളേജിൽ പോകുമ്പോൾ രാവിലെയൊക്കെ. പക്ഷേ ഇപ്പോൾ എന്തായാലും നടക്കാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് നടന്നാണ് വന്നത്. ഇപ്പോൾ ഇതാ ടവറിൻ്റെ അവിടെ എത്താനായി. അതിൻ്റെ ആ ടോപ്പിലൊരു ഒബ്സർവേറ്ററി ഉണ്ട്. നമുക്ക് അവിടെ കയറിയിട്ട് നല്ലൊരു ടോക്കിയോൻ്റെ ഒരു വ്യൂ കിട്ടും. സ്കൈ ട്രെയിനിൻ്റെ ടോക്കിയോ ടവറിനൊന്നും അത്ര ടോൾ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും അടുത്ത് ആരിലൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെയാണ് കൊണ്ടുപോകാറ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് നേരത്ത് വേണേലും ഇവിടെ എങ്ങനെ ഇറങ്ങി നടക്കാം. രാവിലെ നേരത്തെ എണീറ്റ് നമ്മളിവിടെ നടന്നാലും രാത്രി ലേറ്റായിട്ട് നടന്നാലും ആരും മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ രാത്രി ആകുമ്പോൾ കുറച്ച് കൂടുതൽ ആളുണ്ടാവും, രാവിലെ ആകുമ്പോൾ ആൾ കുറയും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ട് നടന്നു പോവുകയാണെങ്കിൽ പോലും ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. ആസ് ലോങ് ആസ് നമ്മൾ വേറെയുള്ള ആൾക്കാരെ പോയി ഡിസ്റ്റർബ് ആക്കുകയെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്യേ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നമ്മളെ പാടി നോക്കി അങ്ങനെ പോവുകയാണെങ്കിൽ ആരും നമ്മളിങ്ങനെ ജഡ്ജ്മെൻ്റലൈസോ അല്ലെങ്കിൽ എന്തായി കുട്ടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണമെന്ന് വിചാരിച്ച് നോക്കുക പോലും ചെയ്യൂല. അവരവൻ്റെ ജോലി നോക്കി പോകും, നമ്മളെ ജോലി നോക്കി പോകും. ഇവിടെ ഒരു വലിയ പാച്ചിങ്കോ സ്ലോട്ട് ഉണ്ട്. നമ്മൾ ആർക്കേഡ് ഗെയിംസ് ഒക്കെ പറഞ്ഞ പോലെ ജാപ്പനീസ് ആൾക്കാർ കൂടുതൽ ടൈം ഇങ്ങനത്തെ ഇതിലാണ് സ്പെൻഡ് ചെയ്യുക. ഇതൊരു ബസ് സ്റ്റോപ്പൊക്കെ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഇവിടെ എല്ലാ ആൾക്കാരും എന്ത് കുഞ്ഞു കാര്യത്തിനാണെങ്കിൽ പോലും ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് പ്രവർത്തിക്കുക. വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ ക്യൂ നിൽക്കും. ഇതാണ് പാച്ചിങ്കോ സ്ലോട്ട്. ഗാംബ്ലിങ് പോലെ തന്നെയാണ്. ഒരു ലക്കിൻ്റെ പുറത്ത് നടക്കണം. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേൾഡ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. കുറേ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിക്കുന്നു. ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. പക്ഷെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്ന് വിചാരിച്ച് ഞാൻ പോകുന്നത്. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് പക്ഷേ കുട്ടികൾക്കൊക്കെ ഉള്ള നോർമൽ നമ്മളെ നാട്ടിലെ പോലത്തെ ആർക്കിഡാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോകാനുള്ള ടവർ അവിടെയാണ്. പോകാനില്ലെന്നൊന്നുമില്ല, ഞാൻ പോകാൻ ഉദ്ദേശിച്ച ടവർ അവിടെയാണ്.
ഇതാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന സ്റ്റേഷൻ. അവിടെ ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അതിൻ്റെ താഴെ ഞാൻ സൈക്കിൾ നിർത്തും. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നാണ് എന്നും പോവാറ്. കുറേ കാലമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ ആർക്കേഡുകളിലൊക്കെ പ്രായഭേദമന്യേ എല്ലാ പ്രായക്കാരും അവിടെ ഇത് കോയിനിടുന്നു, കളിക്കുന്നു, സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നു. പിന്നെ നമ്മൾ കിട്ടുന്ന ഗിഫ്റ്റ്സ്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേ ആനിമേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് മെയിനായിട്ട് വലിയ ആൾക്കാർ കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അയാളിങ്ങനെ കിട്ടാൻ പോകുന്നു, പിന്നെയും കിട്ടുന്നില്ല, വീണ്ടും അയാൾ കോയിനിടുന്നു, വീണ്ടും കിട്ടാൻ പോകുന്നു, കോയിനിടുന്നു. കുറേ നേരം മൂപ്പര് നിന്നു. കുറേ നേരം മൂപ്പർക്ക് കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാനും അവിടെ നിന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വെച്ചുള്ള 100 കോയിൻ വല്ലതും ആവും. കാരണം ഇടുന്നു വീണ്ടും വീണ്ടും കോയിൻ ഇടുക. പക്ഷെ നോക്കിയപ്പോൾ 500 യെന്നിൻ്റെ കോയിനാണ് മൂപ്പര് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറേ തവണ ഇട്ടു, കിട്ടിയില്ല. ലാസ്റ്റ് മൂപ്പര് അവിടെ നിന്ന് പോയി. അത് വലിയൊരു മനുഷ്യൻ, വലിയ നല്ല പ്രായമുള്ള ഒരാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒബ്വിയസ്ലി വലിയ പ്രായമുള്ള ജോലിയൊക്കെ ഉള്ള ആൾക്കാണല്ലോ 500 യെന്നിൻ്റെ കോയിൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എൻ്റർടൈൻമെൻറ്റ്സ്. ജപ്പാനിലെ ആൾക്കാരെ വൺ ഓഫ് ദ മെയിൻ എൻ്റർടൈൻമെൻറ്റ് പറയുന്നത് ഇങ്ങനെ പച്ചിങ്കോ സ്ലോട്ട്, അതേപോലെ ആർക്കേഡ്, അങ്ങനത്തതൊക്കെയാണ്. ഇങ്ങനെ ഫുനാബുരി ടവർ ഹാളിലെത്തിയിട്ട്, ടവർ ഹാളാണോ ടൗൺ ഹാളാണോ? ടവർ ഹാളാണ് തോന്നുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഫേവറേറ്റ് തിങ് എന്താ വെച്ചാൽ ഇവിടുത്തെ ലിഫ്റ്റാണ്. ഒബ്സർവേറ്ററിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് 7 കൊടുത്തു. ഐ ലവ് ദിസ് ലിഫ്റ്റ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ആരുമില്ല. ഇവിടെ ഒരു വെഡിങ് ഹാളുണ്ട്. കല്യാണങ്ങളൊക്കെ നടത്തുന്ന നമ്മളിപ്പോൾ പോയ ആ പച്ചിങ്കോ സ്ലോട്ടാണ് അത്. ഇതാണ് എൻ്റെ സ്വന്തം ട്രെയിൻ സ്റ്റേഷൻ. നമ്മൾ ഏകദേശം അവിടെ നിന്നൊക്കെയാണ് നടന്ന് വന്ന് ഇങ്ങനെ ഇവിടെ ക്രോസ് ചെയ്തു. ഇങ്ങനെയാണ് ഒബ്സർവേറ്ററി വരുന്നത്. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല. ഇതൊരു ഫ്രീ ഒബ്സർവേറ്ററി ആണ് ബൈ ദ വേ. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലാത്ത കാരണം കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ല, നമുക്ക് ആ റിവർ കാണാം. ആ കാണുന്നത് ടോക്കിയോ സ്കൈ ട്രീ ആണ്. ഇത് നമ്മൾ ഇവിടെ നോക്കിയാൽ ദൂരെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത് ടോക്കിയോ ടവറാണ്. നല്ല വെളിച്ചമുള്ള നല്ല ക്ലിയർ ക്ലൈമറ്റ് ആണെങ്കിൽ ഫുജി വരെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്നാണ് വിക്കിപീഡിയ പറഞ്ഞത്. കുത്തുകുത്തുകളായി മാത്രം കാണാൻ പറ്റുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഞാൻ മാത്രം ഒബ്സർവേറ്ററി മൊത്തം എനിക്ക് മാത്രമായി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരാളൊക്കെ ഉണ്ട്. ഓ, ആരോ ഉണ്ട് തോന്നുന്നു. യെസ്, ആരോ ഉണ്ട്. മിഡിൽ നമ്മൾ ലിഫ്റ്റിൻ്റെ ഇതെന്തിനാ ഒരു ബ്ലൂ കളർ കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല. അതല്ല ബ്ലാക്കൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി കാണില്ല, പക്ഷെ വൈറ്റൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടാവും. ഒരു ബ്ലൂ കൊടുത്തതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല.
പ്രത്യേകിച്ച് ഫോട്ടോ എടുത്തായിരുന്നോ അവർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ അഥവാ ഫോട്ടോ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് ഫ്രെയിമിൽ അഥവാ അവർ വന്ന് വിട്ടുപോകും. ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻ എ പബ്ലിക് പ്ലേസ്, അത് ആക്ച്വലി നമ്മൾ തെറ്റാണല്ലോ പബ്ലിക് പ്ലേസിൽ പോയി ഫോട്ടോ എടുക്കും. പക്ഷെ അവർ ആ ഫ്രെയിമിലൂടെ പാസ് ചെയ്ത് അവരൊരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് സോറി പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജാപ്പനീസ് പീപ്പിൾ നല്ലോണം നോക്കും. ഈ കപ്പിള് നല്ല പ്രായമുണ്ട്, ഏകദേശം മുടിയൊക്കെ കളർ പോയിട്ടുണ്ട്, അത്രയും പ്രായമുണ്ട്. സ്റ്റിൽ ദിസ് ഈസ് സ്വീറ്റ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ ഫോം മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. മമ്മി റിച്ചു ഇവിടെ 7 മണി വരെ അവർക്ക് എന്തോ പരിപാടിയുണ്ട്, അപ്പോൾ അത് കഴിയുമ്പോൾ ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ സമയം നോക്കിയപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്പെൻഡ് ചെയ്യണം. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കാം. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ചാർജ് കഴിയാനായിട്ടുണ്ട്. 6 മണി ആയിട്ടുള്ളൂ. ഇനി 1 hour ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. ഞാൻ ഫുനബുരിക്ക് നടക്കുകയാണെങ്കിൽ സമയം പെട്ടെന്ന് പോകും. എനിക്ക് കുറേ സമയം എടുക്കും ഇങ്ങോട്ട് എത്താൻ. ഇപ്പോൾ ആണെങ്കിൽ വെറും 6:15 ആയിട്ടുള്ളൂ. ഇനി ഞാൻ എത്ര സമയം ഇവിടെ ഇരിക്കണം? പുറത്തിറങ്ങി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കായിരുന്നു. പക്ഷെ പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഇവിടെ ആണെങ്കിൽ നല്ല സമാധാനമുണ്ട്, ആരുമില്ല. അവിടെ കുട്ടിയുണ്ട്, അപ്പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്. കുട്ടിയാണോ വലിയ ആളാണോ അറിയില്ല. ഇത് ഊരായിരുന്നല്ലേ ഇത്രയും നേരം. എനിവേസ് മിക്കവാറും ഞാൻ പോകുമ്പോഴേക്ക് മുന്നേ ചാർജ് കഴിയും. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചാർജ്, കാരണം നമുക്ക് വിളിക്കണമല്ലോ പോകുമ്പോൾ, അതിനുവേണ്ടി കുറച്ച് ചാർജ് ബാക്കി വെക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ കഴിയുണ്ടാവില്ല.